Good morning, all of you. Okay, good morning. Please sit down. And then, how are you? Okay, fine. What you were doing in the last 2 days? Last 2 days എന്താ ചെയ്തേ? ഓക്കെ, നിങ്ങൾ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് വർക്ക് ഡണിന് കുറച്ച് എക്സാമ്പിൾസ് ഡെയിലി ലൈഫിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് ആണ് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും എഴുതിയിട്ടില്ലേ? ഓക്കെ. In the last class we have discussed about the topic work energy. നമ്മുടെ യൂണിറ്റ് വർക്ക് എനർജി പവർ ആയിരുന്നു. അതിൽ നമ്മൾ വർക്കും എനർജി എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റീകോൾ ഇറ്റ്. ഓക്കെ, നമുക്ക് അതൊന്ന് ഓർത്ത് നോക്കാം. പക്ഷേ what is work done? Maybe how we can understand a work has done. ഒരു പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാം? പറ. നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു. ഓ, അതാ ബോർഡിൽ തന്നെ ഉണ്ടല്ലോ, വായിച്ചിട്ടില്ല അല്ലേ? ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഒരു യെസ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഒരു ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാലാണ് നമുക്ക് അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അത് ആ ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിൽ വേണം? അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ നടക്കണം അല്ലേ? അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് ഡൺ. എല്ലാവരും മൊത്തമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് തന്നെ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. Yes, if a body undergoes a displacement in the direction of applied force. Okay, good. Sit down. Okay, അപ്പോൾ എന്താ വർക്ക് ഡൺ മനസ്സിലായല്ലോ? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. വർക്ക് നടക്കുന്നത് in the if a body undergoes displacement in the direction of applied force. അപ്പോൾ നമ്മളൊരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് കൊടുത്താൽ അതേ ഡയറക്ഷനിൽ ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ എന്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. Okay, next one. Give an example. Just a simple example. Yes, a falling of a mango. Mango താഴേക്ക് വീഴുന്നത് അല്ലേ? In that case, what is the source? Who is the source of applying force? Yes. Yes, Earth. Earth is the source who applies the force. Next one, another example. A student pushing a bench. A student pushing a bench. ബെഞ്ചിനെ തള്ളുക. അപ്പോൾ ബെഞ്ചിന് ആ ഒരു ഡയറക്ഷനിലേക്ക്, ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുത്ത് ആ ഡയറക്ഷനിലേക്ക് എന്താ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരു വർക്ക് ഡൺ ആണ്. But I am just simply pulling the ball. Does any displacement takes place for the ball? No. ഞാൻ ഇങ്ങനെ ബോളിനെ തള്ളിയാൽ ബോളിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും നടക്കുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ എന്താ? അത് വർക്ക് ഡൺ അല്ല. ആ ബോളിന് ഒരു ഡിസ്പ്ലേസ്മെന്റും ഇല്ലാത്തത് കൊണ്ട് അവിടെ നോ വർക്ക്. അപ്പൊ വർക്ക് ഡൺ എന്താണ്? വർക്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വർക്ക് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതെന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അതെല്ലാവർക്കും ഓർമ്മയുണ്ട്. നെക്സ്റ്റ്, what we have discussed? Energy. Yes, we have discussed about energy. What is energy? How can we define energy? Energy is the capacity to do work. Energy എന്ന് പറയുന്നത് എന്താ? കപ്പാസിറ്റി ടു ഡു വർക്കിനാണ് നമ്മൾ എനർജി. വർക്ക് ചെയ്യാൻ നമുക്കൊരു കപ്പാസിറ്റി വേണം, അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം what are the different forms of energy? You are familiar with electrical energy, heat energy. So what you got? Mechanical energy. Electrical energy, heat energy and mechanical energy are the different forms of energy that we are familiar with. Okay. The next one, what are different forms of mechanical energy? Yes, kinetic energy or potential energy. Kinetic energy and potential energy are the different forms of mechanical energy. Two forms. How can we define kinetic energy? Kinetic energy define. It is based on motion, മൂവ്മെന്റിന്റെ ബേസിലാണ്. അപ്പോൾ ഒരു ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ പറയാം, എനർജി possessed by a body. ബോഡി possess ചെയ്യുന്ന എനർജി എന്തിന്റെ ബേസിൽ? by virtue of its
motion. Yes, energy possessed by a body by virtue of its position is called kinetic energy. Equation എന്താണ്? half mv square. Okay, half mv square ആണ്. mass into velocity ആണ് അല്ലേ? മാസും വെലോസിറ്റി സ്ക്വയർ by 2 ആണ് എന്ത്? കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിന്റെ ബേസിൽ, ഒരു ബോഡിന്റെ മോഷന്റെ ബേസിൽ ഉണ്ടാവുന്നതിനാണ് എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി possessed by the body by virtue of its മോഷന്റെ ബേസിൽ. നെക്സ്റ്റ് യു what is a how can we define potential energy? എങ്ങനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിനെ ഡിഫൈൻ ചെയ്യാം? പൊസിഷന്റെ ബേസിൽ അല്ലേ? അപ്പോൾ ഓരോ പൊസിഷനിലും ഓരോ എനർജി ആയിരിക്കും. അതിന്റെ ഹൈറ്റ് കൂടുന്നതിന് പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ എനർജി കൂടും. when height increases potential energy decreases. അതിന്റെ ഇക്വേഷൻ എന്താ? mgh. അപ്പോൾ ഹൈറ്റ് കൂടുന്നതിന് പൊട്ടൻഷ്യൽ എനർജി കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫൈൻ ചെയ്തത് energy possessed by the body by virtue of its position. പൊസിഷന്റെ ബേസിലുള്ളതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? എനർജി ഡിഫറെന്റ് ഫോംസ് ആണ്. മെക്കാനിക്കൽ എനർജിൻ്റെതാണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? വർക്ക് എനർജി പ്രിൻസിപ്പിൾ. എന്താണ് work energy principle? Priya, what is work energy principle? work energy principle എന്ന് പറയുന്നത് work done എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഇനി ഫൈനൽ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ work done എന്ന് പറയുന്നത്. അത് ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് നെക്സ്റ്റ് ക്ലാസ് യു ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ. ഓക്കെ, അത് പഠിച്ചിട്ട് വരണേ. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിറൈവ് ചെയ്യാം. ചെറുതല്ലേ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യാം. പിന്നെ നമ്മൾ ജസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞത് അറിയുന്ന കാര്യം പറ. അതായത് ഒരു ഫോമിലുള്ള എനർജീനെ നമുക്ക് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ എനർജീനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ either an energy can be produced or destroyed but it can be converted into one form from another form. ഒരു എനർജീനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. നേരെ മറിച്ച് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. neither an energy can be produced or destroyed but can be converted from one form to another. law of conservation of energy. ഇത്രയും കാര്യമല്ലേ പറഞ്ഞിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒന്നും കൂടി എടുത്തുതരാം. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യം മനസ്സിലായല്ലോ. വർക്ക് എന്താണെന്ന് പഠിച്ചു, നമ്മൾ അതിനുള്ള എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എനർജി എന്താണെന്ന് പഠിച്ചു. പിന്നെ പഠിച്ചതാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. അത് ഇത്ര എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വർക്ക് എനർജി പ്രിൻസിപ്പൽ നാളെ ഡിറൈവ് ചെയ്യാം. പിന്നെ പഠിച്ചിട്ട് തന്നെ അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ അല്ലേ?